ഇതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് രാത്രി മൊത്തം ഇതിനെ അടുക്കുന്നത്. വേണിച്ചേട്ടാ അതിമനോഹരമായിട്ടാണല്ലോ ഈ അടുക്കി വെച്ചിരിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമാണല്ലേ? ആഴ്ചയിൽ ഒരു ദിവസമാണ് എടുക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. വെറ്റകൃഷിയിൽ വിജയം വരിച്ച നല്ലൊരു കർഷകനെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആലപ്പുഴ ജില്ലയിൽ നൂറനാട് പുലിമേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് വീട്ടിൽ ഒരു അധിക വരുമാനം. അപ്പോൾ സ്ഥല സൗകര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷി രീതിയാണ് വെറ്റകൃഷി എന്ന് പറയുന്നത്. അപ്പോൾ വെറ്റകൃഷിയിൽ എങ്ങനെ വിജയം വരിക്കാം എന്നുള്ളത് വിജയം വരിച്ച ഒരു കർഷകൻ എന്ന നിലയിൽ വീണിച്ചേട്ടൻ നമ്മൾക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നേരെ വീഡിയോയിലേക്ക്. അല്ലല്ല, ഏറ്റവും ഈ മെയിൻ തണ്ടുണ്ടല്ലോ, അതേലെ ഇല പിച്ചത്തില്ല. അത് ചെടി വളരാനുള്ള ഇലയാണ്. ഇലയാ. നമസ്തേ, ഞാൻ നൂറനാട് പുലിമേൽ വേണുഗോപാൽ എന്ന് പറയുന്ന ആളാണ്. ഞാൻ നേരത്തെ എൻ്റെ കുഞ്ഞുനാളി മുതലേ വീട്ടിൽ കൂടി കൃഷി ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ പരിപാലനങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് അറിയാം. അതുകൊണ്ട് വെളിയിലെ ജീവിതമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് പച്ചക്കറി കൃഷി തുടങ്ങി പറഞ്ഞാൽ അതിനകത്ത് നിന്ന് മെച്ചപ്പെട്ട രീതിയിലൊന്നും ഒരു ഇതും നഷ്ടമല്ലാതെ ഒന്നും വരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും ആ പഴയ രീതിയിൽ കൊടിക്കൃഷിയിലേക്ക് തിരിഞ്ഞു. ഏതാണ്ട് നട്ട് ഇപ്പോൾ ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ തൊട്ടേ നമുക്കിതിൻ്റെ വിളവെടുക്കാൻ പറ്റും ചെറിയ രീതിയിൽ. പിന്നെ കൊടി മേലോട്ട് പോകുന്തോറും കൂടുതൽ ആദായം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നട്ട് കഴിഞ്ഞാൽ 3 മാസം മുതൽ നമുക്ക് ആദായമാണ്. 3 മാസം മുതലേ കണ്ണി പൊട്ടി അതിൻ്റെ വെറ്റ പറിച്ചെടുക്കാം. അന്നേരം തുടക്കത്തിലേ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. എങ്കിലും അതൊരു വരുമാന മാർഗ്ഗമായിട്ട് അതിന് വളം ചെയ്യാനും അതിനും ഇതിനും ഒക്കെ ആയിട്ടുള്ള നമുക്ക് വലിയ സമ്പാദിക്കാനൊന്നും കിട്ടിയില്ലെങ്കിലും സമ്പാദ്യമല്ല മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറിയെക്കാട്ടിൽ ആഴ്ചയിൽ ആദായം കിട്ടുന്നതാണ്. വേണിച്ചേട്ടാ, അപ്പോൾ എല്ലാ ആഴ്ചയിലും നമുക്ക് ആദായമാണ് അല്ലേ? ആഴ്ചയിൽ ഒരിക്കലാണല്ലോ ഇതിൻ്റെ വിളവെടുക്കുന്നത്. 6 ദിവസം ആണ് ഇതിൻ്റെ ഇല വളരാനുള്ള കൃത്യമായ പരിചരണം കൊടുക്കണം. വളവും വെള്ളവും കൊടുത്ത് ആഴ്ചയിൽ ഒരിക്കലാണ് ഈ ഇല പിച്ചിയെടുക്കുന്നത്. അപ്പോൾ ഈ പ്രവാസ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ വന്നിട്ട് എത്ര വർഷം കൊണ്ട് ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ തുടർച്ചയായിട്ടൊരു 16 വർഷമായി. ആ സമയം വന്ന കാലം മുതലേ ഞാൻ ഈ കൊടി കൃഷി ചെയ്യുന്നുണ്ട്. നല്ല ഇതായിട്ട് പോകുന്നുണ്ട് അല്ലേ? ഉണ്ട്. വളരെ സന്തോഷം ലഭിക്കുന്നുണ്ട്. നമുക്ക് സ്ഥലമുള്ളവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും അല്ലേ? സ്ഥലമുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റും. അതിനൊരു നല്ല മനസ്സും വേണം, ക്ഷമയും വേണം, അതിന് കൃത്യമായ പരിചരണവും കൊടുക്കണം. ഓക്കെ, എനിക്കൊന്ന് വെറ്റകൃഷിയിൽ കൂടുതൽ പരിചരണം ആവശ്യമാണ് അല്ലേ? തീർച്ചയായും. വളരെ ശുചിത്വം പാലിക്കണമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഉണ്ട്. വൃത്തിയും ശുദ്ധിയും ഇതിൻ്റെ അത്യാവശ്യ ഘടകമാണ്. പിന്നെ ഔഷധ സസ്യമായതുകൊണ്ട് തന്നെ പൂജാ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ വളരെ നീറ്റായിട്ട് നമ്മൾ പരിപാലിക്കണം അല്ലേ? അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എത്തരത്തിലാണെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ അതിൻ്റേതായിട്ടുള്ള നിലനിൽപ്പ്, അതായത് ഈ കൃഷി ലോങ്ങായിട്ട് അതുകൊണ്ടാണ് നിൽക്കുന്നതെന്ന് എൻ്റെ ഒരു വിശ്വാസം. അപ്പം പിന്നെ നമ്മൾ ഒരു കൊടി നട്ട് കഴിഞ്ഞാൽ എത്ര നാളിത് ആ ഒരു കൊടിയിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടിത്തുടങ്ങും? അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. വല്ല വൈറസ് രോഗമോ എന്തെങ്കിലും വന്നാൽ ചിലപ്പോൾ 2 വർഷം, ചിലപ്പോൾ 1 വർഷം, എന്നാൽ 10, 28 വർഷം, 18 വർഷം വരെ കിടക്കുന്ന കൊടി ഇന്നും നിലവിൽ നല്ലപോലെ വൃത്തിയായിട്ട് പരിപാലിച്ച് അത്രയും ലോങ് പീരീഡ് നമുക്ക് ഒരു വിളവ് ലഭിക്കുന്ന കിട്ടും. ഇതിപ്പോൾ 3 വർഷം കഴിഞ്ഞു. അതെ. അപ്പോൾ വേണിച്ചേട്ടാ, ഇതിൻ്റെ ഈ ഒരു വിപണന സാധ്യത എങ്ങനെയാണ്? വിപണന സാധ്യതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നമ്മൾ മാർക്കറ്റ് കണ്ടുപിടിക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ അടുത്ത് പറക്കോടുണ്ട്, ചെങ്ങന്നൂരുണ്ട്, പന്തളമുണ്ട്. എനിക്ക് ഏറ്റവും അടുത്തായിട്ടുള്ള പന്തളമാണ്. അതുകൊണ്ട് ഞാൻ പന്തളം മാർക്കറ്റിലാണ്. വെറ്റയുടെ മാർക്കറ്റാണോ അതോ വേറെ മാർക്കറ്റാണോ? വെറ്റയുടെ മാത്രമായിട്ട് ആഴ്ചയിൽ 2 ദിവസമുണ്ട്, തിങ്കളും വ്യാഴവും, ഈ പന്തളത്ത്. അപ്പം നമ്മൾ അവിടെ കൊണ്ടുപോയാണ്? അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇത് കൂട്ട് അടുക്കി അവിടെ കൊണ്ടുപോകും. അടുക്കി 4 അടുക്ക് വെച്ച് കെട്ടി ഓരോ കെട്ടാക്കി എത്ര കെട്ടുണ്ടോ അത്രയും കെട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ചേട്ടാ, നമ്മുടെ ഈ വീഡിയോയിൽ ഈ പരിപാലനം മുഴുവൻ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അത്രത്തോളം പരിചരണം വേണ്ട ഒരു വസ്തുവാണ് ഈ കൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലളിതമായിട്ട് ഇതിൻ്റെ പരിപാലന രീതി ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? പരിപാലന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടിത്തല മുറിച്ച് ഇത് നട്ട് കഴിയുമ്പോൾ തൊട്ട് നട്ട് 45 ദിവസം ആവും ഇതിൽ നിന്ന് മുള വരാൻ. ആ സമയം വരെ ശരിക്കും അധ്വാനമാണ്. വെയിലടിക്കാതെ തണലുമൊക്കെ ഇട്ട് നമ്മൾ നല്ല ചൂട് സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ മണിക്കൂർ വെള്ളം ചെപ്പി കൊടുത്ത് വേണം ഇത് മുളപ്പിച്ചെടുക്കാൻ. മഴ സമയത്താണെങ്കിൽ അത്രയും പ്രശ്നമില്ല. പിന്നെ അത് അളിയാതെയും പൂക്കാതെയും ഒക്കെ പരിചരിച്ച് ഏതാണ്ട് കാലെന്ന് പറഞ്ഞാൽ ഈ ഈറയൊക്കെ നിർത്തി അതേ കെട്ടി ഒരടിയൊക്കെ ആയി വരുമ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടുന്നത്. ഇത്ര ആയല്ലോ അല്ലെ പോയില്ലല്ലോ എന്ന്.
അതുവരെ മക്കളെ നോക്കുന്ന പോലെ നോക്കണം അല്ലേ? തീർച്ചയായും നല്ല അധ്വാനം. അതുപോലെ തന്നെ കാലെല്ലാം നിർത്തി ഈ ഇടക്കെട്ട് മേക്കെട്ട് ഇതിൻ്റെ പോസ്റ്റ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചിലവാണ്. നേരത്തെ ഈറയായിരുന്നു. ഇപ്പം ഞാൻ എല്ലാം തുടക്കത്തിൽ ഇച്ചിരി ചിലവുകളും ഉണ്ട് അല്ലേ? തുടക്കത്തിൽ സെറ്റാക്കി എടുക്കാൻ ഉണ്ട്, ചിലവുണ്ട്. പിന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കുഴപ്പമില്ലാതെ ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യണം, കൂലി കൊടുത്ത് ചെയ്യാതെ സ്വന്തമായിട്ട് ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതിനാഗ്രഹമുള്ളവർ സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു ആളിനെ നിർത്തി ചെയ്യിക്കുന്നവരുണ്ട്. അപ്പോൾ അത്രയും കൂടെ നമുക്ക് എക്സ്പെൻസ് കൂടും. പിന്നെ വീറും വൃത്തിയുള്ള ആൾക്കാരെ കൊടിക്കകത്ത് വിളിച്ച് കയറ്റാൻ നമുക്കിപ്പോൾ അറിയാൻ പറ്റത്തില്ല ആരെ എങ്ങനെയാണ് വരുന്നത്. എന്നെ സംബന്ധിച്ച് ഇതേവരെ 5 രൂപയുടെ ഒരു കൂലി കൊടുത്ത് ഞാൻ ഇതിനകത്ത് ആളിനെ കയറ്റത്തില്ല. എല്ലാം മേടിച്ചിടം തന്നെ ആണാണ്. അതെൻ്റെ ആ ഒരു പേടിയും മറ്റാൾക്കാർ വന്നാൽ എന്താവും, എങ്ങനെയാകും, എങ്ങനെയുള്ളവരാണെന്നുള്ളത് ഉള്ള ഒരു പണ്ട് മുതലേ കുഞ്ഞുനാൾ മുതലേ കൊടി ഉള്ളതുകൊണ്ട്. അല്ല, നമുക്ക് ഈ വൈറസോ മറ്റെന്തെങ്കിലും അസുഖങ്ങളും ബാധിച്ചിട്ടുണ്ടോ ഇവിടെ? അങ്ങനെ നമുക്ക് ഉണ്ട്. നേരത്തെ അപ്പുറത്തിട്ടിരുന്നതിനകത്ത് ഇതുപോലെ 2 വർഷമേ നിന്നുള്ളൂ. അന്ന് ഞാൻ രാസവളം ചെയ്യുമായിരുന്നു. ഇതെൻ്റെ ഒരു പരീക്ഷണമാണ്. ഞാൻ ജൈവവളം മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. ഇപ്പം ഈ നിൽക്കുന്ന കൊടിക്ക് ജൈവവളം മാത്രമേ ചെയ്യുന്നുള്ളൂ, രാസവളം ചെയ്യത്തില്ല. രാസവളം ഉപയോഗിച്ചത് അന്ന് അഴുകിപ്പോയായിരുന്നു അല്ലേ? അതെൻ്റെ ഒരു വിശ്വാസം. രാസവളം ചെയ്യുന്നതുകൊണ്ടാണോ പെട്ടെന്ന് ഈ വൈറസ് രോഗം വരുന്നത് എന്ന് എൻ്റെ ഒരു സംശയം. അതങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്കില്ലേ? ഓരോ പരീക്ഷണങ്ങളാണല്ലോ. ഉണ്ട്. ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, കൊടി നട്ടപ്പോൾ എടുത്തത്. അത് അവിടെ ആ കൊടിയുടെ കാര്യം. അപ്പോൾ മറ്റൊരു ചോദ്യം കൂടെ, നമ്മുടെ ഈ ഇപ്പോൾ വെറ്റക്കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കൊടിയുടെ തല, നല്ല കൊടിത്തല വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റുമോ? ഉണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഇവിടുന്ന് കൊടിത്തല എന്നോട് വിളിച്ച് ചോദിച്ചിട്ട് വന്ന് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇപ്പം തല അറുത്ത് ഇട്ടിരിക്കുന്ന സമയം ഇത് യഥാർത്ഥത്തിൽ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവമാസവും തിലാക്കൊടി എന്നും ഇടവക്കൊടി എന്നുമാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇത് തലയറുത്ത് കിളിച്ച് കയറി വരുന്നേ ഉള്ളൂ. ഇനി അടുത്ത തുലാമാസത്തിലോ ഇടവമാസത്തിലോ ആണ് ഇതിൻ്റെ തലയിറക്കുന്നത്. ആ സമയത്ത് ആവശ്യമുള്ളവർ വിളിച്ചാൽ അന്നേരം കൊടുക്കാൻ പറ്റും. ഇതാണ് മെയിൻ ചെടി, ഈ പോകുന്നത്. ഈ മെയിൻ ചെടിയുടെ തെണ്ടി, ഈ വലിയ വീതിയുള്ള തെണ്ടി, ഈ ഇല അത് പിച്ചത്തില്ല. ചെടി വളരാനുള്ള മെയിൻ ചെടിയുടെ ഇതാണ്. പിന്നെ അതിന്റെ ബ്രാഞ്ച് വേണ്ട വെറ്റ ഉണ്ടാകുന്നതിന്റെ തെണ്ടിതയിലാണ്. ഇതാണ് വെറ്റിലഞ്ഞു എത്ത് പൊട്ടി വരുന്ന ബ്രാഞ്ച്. അതേ വെറ്റ വെച്ചത്. അതേല വെറ്റ നിൽക്കുന്നത് അതാണ്. കണ്ടോ, ഇത് ഒരു മറുവറ്റ വന്ന് കിളിച്ച് വരുന്ന കണ്ടോ, അതേണ്ട. അത് അടത്തിയെടുക്കാം അല്ലേ? അത് തെണ്ടി വെറ്റ ഞുള്ളി എടുക്കുക. അടുത്ത 6 ദിവസം ആകുമ്പോഴത്തേക്ക് ഇതേ വലിപ്പമാകും. അപ്പോൾ ഒരാഴ്ച കൂടുമ്പോഴാണ് കൂടുതലും അടത്തുന്നത് അല്ലേ? ആണാണ്. ഒരാഴ്ച കഴിയുമ്പോഴാണ്. പക്ഷേ ഈ മറുവറ്റ വരാതെ ചിലപ്പോൾ കണ്ണി അടച്ചൊക്കെ നിൽക്കും. അത് നമുക്ക് വെറ്റ കാണുമ്പോൾ മനസ്സിലാവും. അത് ഡെയിലി കൈകാര്യം ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും വെറ്റയുടെ മൂപ്പും ഇതുമൊക്കെ. ഇത് ഈ വലിപ്പം കണ്ടോ, അതെൻ്റെ ഇത് കണ്ടോ. ഇത് കാണുമ്പം അറിയാൻ വയ്യാത്തവരാണ് ഇത് വെറ്റിലയാന്ന് വിചാരിക്കും. പക്ഷേ ഇത് ഇപ്പം ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്തതാണ്, ഇത് തലയറുത്തതാണ്. എന്നിട്ട് ഇവിടെ മേളോട്ട് ഇപ്പം കിളിച്ച് വരും. ആ കിളിച്ച് വരുന്നതിൻ്റെ ആ ഒരു ആക്കമാണ് ഇത്. തേണ്ട ബ്രാഞ്ച് കണ്ടോ, ബ്രാഞ്ച് പൊട്ടുന്ന കണ്ടോ. ഈ ബ്രാഞ്ച് ഇനിയും പൊട്ടി ഇതേപോലെ ആവുമ്പോഴാണ് ഇത്രയും നീളമല്ല, ഇത്രയും നീളം. ഇത് കുറേ പഴക്കമുള്ളതുകൊണ്ടാണ് ഇത്രയും നീളത്തെ കിടക്കുന്നത്. തേണ്ട കണ്ടോ, കിളിച്ച് വരുന്നുണ്ടോ. തേണ്ട. അപ്പോൾ അതേലെ വെറ്റയാണ് നമ്മൾ എടുക്കുന്നത്. മെയിൻ തണ്ടിലെ ഇത് മുറിച്ചെടുക്കത്തില്ല. അപ്പോൾ ആ കൊടിയുടെ ആ വളർച്ച മുരടിക്കും. എൻ്റെ കൊടിയുടെ ഇത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഒരു വൈകിട്ട് 4 മണി വരെ വെറ്റ പിച്ചുന്ന ഒരു ഇതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് രാത്രി മൊത്തം ഇരുന്ന് അടുക്കുന്നത്. രാത്രി മൊത്തം ഇരുന്ന് അടുക്കി. ചേട്ടാ, അതിമനോഹരമായിട്ടാണല്ലോ ഈ അടുക്കി വെച്ചിരിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമാണല്ലേ? ആഴ്ചയിൽ ഒരു ദിവസമാണ് എടുക്കുന്നത്. ചന്തയുടെ തലേ ദിവസമാണ് വെറ്റ വെച്ചുന്നത്. വെച്ചാൽ തലേ ദിവസം എടുത്ത് ഫുള്ള് എടുത്ത് ഇതുപോലെ അടുക്കി 4 അടുക്ക് വീതം കെട്ടി ഓരോ കെട്ടാക്കി. ഒരു കെട്ട് 4 അടുക്കാണല്ലേ? ഈ കാണുന്ന 4 എണ്ണം വീതം അല്ലേ? 4 അടുക്ക്. ഇതാണ് ഒരടുക്ക്. ഇങ്ങനെ 4 കെട്ട് അല്ലേ? ഇങ്ങനെ 4 അടുക്ക്. അത് ഇങ്ങനെയാണ് വരുന്നത്. കാണിച്ചു തരാം. രണ്ട്, 3, 4 അടുക്കല്ലേ?
ഈ 4 എടുക്കുക അല്ലേ? ഇതാണ് ഒരു കെട്ട്. ഒരു കെട്ടെന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് നമ്മൾ നാരിട്ട് കെട്ടും. ഓലക്കാലോ അല്ലെ നമ്മുടെ കൈതയുടെ ഇതോ വെച്ചിട്ട് കെട്ടും. ഇതാണ് ഒരു കെട്ട്. ഒരു കെട്ടെന്ന് പറയുന്നത് അല്ലേ? അപ്പം ഇങ്ങനെ കെട്ടിയാണ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ കെട്ടിയാണ് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഇങ്ങനെ അടുക്കി ഓരോ അടുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അഴിഞ്ഞ് അങ്ങ് പോകും. പക്ഷേ ഈ ഒരു കെട്ടിന് മാർക്കറ്റ് റേറ്റ് എങ്ങനെയാണ്? ഇപ്പോൾ പലയിടത്തും പല റേറ്റ് ആണോ അതോ മാർക്കറ്റിൽ? നമ്മുടെ മാർക്കറ്റിൽ എന്ത് റേറ്റ് കിട്ടും? ഇതിന് സ്ഥിരമായിട്ട് ഒരു താങ്ങുവിലയില്ല. ഇല്ല. അപ്പോൾ സീസൺ അനുസരിച്ച് ആണ്. ഇപ്പം ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുത്തല അറക്കുന്ന സമയമാകുമ്പോൾ എല്ലാവരുടെയും കൊടുത്തല അറുത്തും പുതിയ കൃഷി ഇറക്കിയും ഈ നല്ല മഴ വരുമ്പോൾ കേട് വന്ന കൊടി പോയിയൊക്കെ ക്വാണ്ടിറ്റി കുറവാണ്. ഇത് ചന്തയിൽ ക്വാണ്ടിറ്റി കുറവായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൂടുതൽ കിട്ടും. അപ്പോൾ ഏകദേശമൊക്കെ എന്തോ റേറ്റ് കിട്ടും? ഇപ്പോൾ ഒരു 150 രൂപ റേഞ്ചിലാണ് പന്തളം ചന്തയിൽ ഓടുന്നത്. അത് പല മാർക്കറ്റിലും പല വിലയാണ്. പിന്നെ എല്ലാം കൊണ്ടുപോകുന്ന വെറ്റയ്ക്കെല്ലാം ഒരേ വില കിട്ടത്തില്ല. വെറ്റയുടെ നൽപ്പനുസരിച്ചാണ് വില കിട്ടുന്നത്. 150 രൂപ പന്തളത്തുണ്ടെങ്കിലും 50 രൂപയ്ക്ക് അവിടെ വെറ്റ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെറ്റയുടെ നൽപ്പാണ്. അപ്പോൾ ഇത് എന്തോ ആവശ്യങ്ങൾക്കാണ് കൂടുതലും മരുന്നുണ്ടാക്കാനൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ പഴയതുപോലെ ആരും മുറുക്കാനും ഇതൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ എന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ മരുന്നൊക്കെ ഉണ്ടാക്കാനായിട്ട് അങ്ങ് പോകും. എസൻസ്, ബെറ്റർ ലീഫിൻ്റെ എസൻസ് ഭയങ്കര വിലയാണ് വെളിയിലൊക്കെ. നമ്മൾ കൃഷിക്കാരെ ചൂഷണം ചെയ്ത് ഇവരാണ് കാശുണ്ടാക്കുന്ന മൊത്തം. നമുക്ക് കഷ്ടപ്പാടിനനുസരിച്ചൊരു ഇതില്ല അല്ലേ? പിന്നെ ബാക്കിയുള്ള കൃഷി അടുക്കി തീരാൻ ശരിക്കും ടൈം എടുക്കുമല്ലോ വേണിച്ചേട്ടാ? എടുക്കും. വളരെ ക്ഷമയോടെയും വളരെ നല്ല രീതിയിലും ഇരുന്ന് അടിക്കുക. എങ്ങനെയെങ്കിലും ഒക്കെ പെറുക്കി അടുക്കി വേണേൽ കൊണ്ടുപോകാം. ഇത്രയും വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ ക്ഷമ വേണം അല്ലേ? മാർക്കറ്റിൽ കൊണ്ടുപോയി ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തോന്നിയ പോലെ അടുക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതനുസരിച്ച് വില. ഏറ്റവും കൂടുതൽ അവിടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റയുടെ വലിപ്പം, അടുക്കിൻ്റെ വൃത്തി, കെട്ടിൻ്റെയും വൃത്തി കാണുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു കൗതുകം തോന്നും. അപ്പോൾ അതാണ് അവിടെ മതിപ്പ്. അതാണ് മതിപ്പ് വിലയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും കെട്ടിന് ഓരോ വിലയാണോ ഇടുന്നത് അതോ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു വിലയാണോ? ഇല്ല. അത് ഏറ്റവും ചുമ്മാതെ വലിച്ചു വാരി അടുക്കി ചെറുതും വലുതും എല്ലാം കൂടെ തോന്നിയ പോലെ അടുക്കി വെച്ചാൽ അതനുസരിച്ചുള്ള വില കിട്ടും. അതാ ഞാൻ ചോദിച്ചത്. പക്ഷേ ഇങ്ങനെ ഒട്ടുമുക്കാലും ഉള്ള എൻ്റെ കൂട്ടുള്ള പഴയ കൃഷിക്കാരെല്ലാം ഈ രീതിയിൽ അടുക്കിയാണ് കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കുറേ ആൾക്കാർക്ക് ഒരേ റേഞ്ചിലുള്ള വില തരും. ഇതാണ് വെറ്റ അടുക്കുന്ന രീതി. ഞാനിങ്ങനെയാണ് അടുക്കുന്നത്. അപ്പോൾ ഒരടുക്കിനകത്ത് എത്ര വെറ്റയാണ് വരുന്നത്? ഒരടുക്കിനകത്ത് 20 വെറ്റ വരും. 20 വെറ്റ വെച്ചിട്ട് 20, 40, 80 വെറ്റയാണ് ഒരു കെട്ടെന്ന് പറയുന്നത്. അത് ഇവിടെ ഉള്ളു. തിരുവനന്തപുരം സൈഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വെറ്റയാണ് പിന്നെ ഒരു കെട്ട്. 100 വെറ്റയാണ് ഒരു കെട്ട്. അത് പല വടക്കനേറി വെള്ളത്തിൽ മുക്കുന്നത് മണ്ണിന്റെ അംശമൊക്കെ കളയാനായിട്ട് മണ്ണ് പറ്റിയാണ്. താഴെ അറ്റം ഇരിക്കുന്ന വെറ്റയിലൊക്കെ മണ്ണ് പറ്റിയിരിക്കും. അപ്പം നമ്മൾ അത്രയും വൃത്തിയായിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ആ മണ്ണ് പോകാൻ വേണ്ടിയാണ് വെള്ളത്തിൽ മുക്കിയത്. 2, 4, 8, 10, 12, 16, 17, 18, 20, 21. ഇത് കാര്യം പറഞ്ഞിരുന്ന് കൂടുതലടിക്ക്. കറക്റ്റ് 20 നോക്കണം അല്ലേ? കറക്റ്റ് 20. ഇത് അടുക്കി തീരുമ്പോൾ നല്ലൊരു സമയം എടുക്കില്ലേ വിളിച്ചിട്ടാ? വൈകുന്നേരം ഇല്ല. ഇതിപ്പോൾ നമ്മൾ സംസാരിക്കുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇല്ലേ ഞാൻ ഇതിനകത്ത് മാത്രം ഇൻവോൾവായി അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ അടുക്കി തീരും. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ സ്ഥല സൗകര്യം ഉള്ളവർക്കൊക്കെ നമുക്ക് വെറ്റ കൃഷി ചെയ്യാൻ പറ്റും അല്ലേ? സ്ഥല സൗകര്യം ഇത് ഏറ്റവും മെയിനായിട്ടെന്ന് പറഞ്ഞാൽ വെള്ളത്തിന് സൗകര്യം വേണം. പിന്നെ ഇത് ചെയ്യാനൊരു മനസ്സ് വേണം. അതെ, അതൊരു മെയിൻ ഘടകമാണ്. ആണാണ്. അല്ലാതെ ഇഷ്ടത്തോട് ഏത് കൃഷിയായാലും ഇഷ്ടത്തോടു കൂടി ചെയ്യണം. തീർച്ചയായും. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അപ്പുറത്തെ അവൻ കൊടിയിട്ട് നല്ല ആദായം എടുക്കുന്ന എനിക്കും കൊടിയിടണമെന്നും പറഞ്ഞ് ചുമ്മാ എന്ന് നട്ട് വെച്ചിട്ട് ചുമ്മാ കപ്പ ഇട്ടേച്ച് ഇടമാന്താൻ ചെല്ലുന്നതിൻ്റെ കൂട്ടൊന്നും അല്ല ഈ പരിപാടി. ഇത് കണ്ടോ, മണ്ണ് കണ്ടോ? ഈ മണ്ണ് പോകാനാണ്. എനിക്കൊന്ന് ഈ കൊടിയുടെ താഴെ വരുന്ന ലീഫൊക്കെ ആയിരിക്കും മണ്ണിരിക്കുന്നത്. താഴെ അറ്റം കിടക്കുന്ന വെള്ളത്തിൽ മുക്കി ഇട്ടേക്കും. മണ്ണ് പോയി കഴിയുമ്പോൾ എടുത്ത് വീണ്ടും എടുക്കും. ഈ പുഴുക്കുത്തുള്ളതൊക്കെ അങ്ങ് മാറ്റിയിട്ടേ. പുഴുക്കുത്തുള്ളതെല്ലാം മാറ്റും. ഒരു കേടുള്ള കുറച്ച് കേടുള്ള ഇലയൊക്കെ വരില്ലേ? അപ്പോൾ അതൊക്കെ അങ്ങ് മാറ്റും. അത് നല്ല ഇലയാണ് അടുക്കി കൊടുക്കുന്നത്. മിക്കവാറും ഉള്ളവരെല്ലാം ഇതിന് ഈ പുഴുക്കുത്ത് ഉള്ളതിന് മരുന്നടിക്കും. എന്തെങ്കിലും നൈസായിട്ട്. ഞാൻ ചെയ്യത്തില്ല. എന്താന്ന് വെച്ചാൽ ഇതേ വായി വെച്ച് ചവയ്ക്കുന്ന വെറ്റയാണ്. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളതിന് മരുന്നടിക്കുകയും ഇതൊന്നും ചെയ്യത്തില്ല.
വേണി ചേട്ടാ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് വെറ്റ കൃഷി ചെയ്യാൻ താല്പര്യപ്പെട്ട് വന്നാൽ ഇതിൻ്റെ പരിപാലന രീതികളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമായിരിക്കുമല്ലോ? തീർച്ചയായും രീതി മൊത്തം നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. അതെ, ഒരുപാട് അപ്പോൾ ആരെങ്കിലും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ എൻ്റെ ഫോൺ നമ്പറൂടെ ഉൾപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. ഇപ്പോൾ ആൾക്കാർ വിളിക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്, വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സന്തോഷകരമായിട്ട് വെറ്റ കൃഷിയായിട്ട് മുന്നോട്ട് പോവുകയാണ് അല്ലേ? തീർച്ചയായും. കൃഷി പലതുണ്ടെങ്കിലും വെറ്റ കൃഷി ഒരു സന്തോഷം ലഭിക്കുന്ന ഒരു കൃഷി. സന്തോഷം ലഭിക്കുന്ന ഇതാണ്, ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമാണ് വെറ്റ കൃഷി. അതെ അതെ അതെ, അത് കൃത്യമായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ അല്ലേ? കൃത്യമായിട്ട് അത് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. അല്ല, വീട്ടിലെ സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷിയാണ് അല്ലേ? ആണാണ്. ഒരുപാട് സ്ത്രീകൾ ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പുലിമേലില്ലേ, പുലിമേൽ സ്ഥലത്തൊക്കെ കുറച്ച് പേര് വെറ്റ കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ? പുലിമേൽ ഒരുപാട് വെറ്റ കൃഷിക്കാരുണ്ട്. ഓക്കെ ഓക്കെ, അതുകൊണ്ടാണല്ലോ ഒരു മാർക്കറ്റ് തന്നെ ഇവിടെ വന്നേക്കുന്നത് അല്ലേ? മാർക്കറ്റ് നേരത്തെ ആലപ്പുഴ ജില്ലയായിരുന്നെങ്കിൽ കൂടി ഇപ്പം പത്തനംതിട്ട ജില്ലയാണ്. അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ കൃഷിയായിട്ട് നിൽക്കുമ്പോൾ ഏത് കൃഷിയായാലും മാർക്കറ്റ് സ്വയമേ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ അല്ലേ? തീർച്ചയായും. അവിടെയാണല്ലോ നമ്മുടെ വിജയം എന്ന് പറയുന്നത്. വെറ്റ കൃഷിയിൽ വിജയം വരിച്ച നല്ലൊരു കർഷകനെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വെറ്റ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വേണിച്ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള പരിപാലന രീതിയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാം ഒന്നും ഈ ഒരു വീഡിയോ കൂടി നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. വീട്ടിൽ ഒരു അധിക വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു കൃഷി രീതിയാണ് വെറ്റ കൃഷി എന്ന് പറയുന്നത്. പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.